കിസാൻ വികാസ് പത്ര കേന്ദ്ര സർക്കാരിന്റെ ലഘുസമ്പാദ്യ പദ്ധതികളിലൊന്നാണ്. സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്കായി ഇത് പോസ്റ്റ് ഓഫീസ് അവതരിപ്പിക്കുന്നു. കിടലൻ പദ്ധതിയാണ്. 10 വർഷം കൊണ്ട് നിക്ഷേപ തുക ഇരട്ടിയാകും. ഇന്ന് മിക്ക ആളുകൾക്കും പലതരത്തിലുള്ള നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് അറിയാമായിരിക്കും. എങ്കിൽ ഭാവിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ മാത്രം തിരഞ്ഞെടുക്കണം. അതിന് പോസ്റ്റ് ഓഫീസ് നല്ലൊരു മാർഗമാണ്. പലരും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ഇരട്ടിയാക്കാൻ കഴിയുന്ന വിവിധ പദ്ധതികളിൽ നിക്ഷേപിക്കാറുണ്ട്. എങ്കിൽ സുരക്ഷിതമാണ് അവിടെ പ്രധാനം. അത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് മികച്ച ഒരു പദ്ധതി തുടങ്ങാൻ സാധിക്കും. വിവിധ പദ്ധതികളിൽ നിക്ഷേപിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചതിയിൽ പെട്ടുപോകാറുണ്ട്. എന്നാൽ സർക്കാർ സുരക്ഷ ഉറപ്പു നൽകുന്നതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിന്റെ ഈ പദ്ധതി എന്നും സുരക്ഷിതമാണ്. കിസാൻ വികാസ് പത്ര കേന്ദ്ര സർക്കാരിന്റെ ലഘുസമ്പാദ്യ പദ്ധതികളിലൊന്നാണ്. ഇതിനായി 115 മാസം, അതായത് 9 വർഷവും 7 മാസവുമാണ് വേണ്ടത്. കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഇരട്ടി തുക ലഭിക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഏറ്റവും മെച്ചപ്പെട്ട റിട്ടേൺ ലഭിക്കാൻ കൂട്ടുപലിശയായാണ് ഇത് കണക്കാക്കുന്നത്. നിലവിൽ 7.5% പദ്ധതിയുടെ വാർഷിക കൂട്ടുപലിശയെ കണക്കാക്കുന്നത്. കേന്ദ്ര സർക്കാർ ലഘുസമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് ഏതാണ്ട് 3 മാസം കൂടുമ്പോൾ നിർണ്ണയിക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളനുസരിച്ച് പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ആണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാരിന്റെ പിന്തുണ പൂർണ്ണമായി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക സുരക്ഷിതമായിരിക്കും. ഈ പദ്ധതിയിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എന്ന് പറയുന്നത് 1000 രൂപയാണ്. തുടർന്ന് 100 രൂപയുടെ ഗുണിതങ്ങളായി കൂടുതൽ നിക്ഷേപിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പരിധിയില്ലാതെ എത്ര വേണമെങ്കിലും തുക നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഗ്യാരണ്ടി റിട്ടേൺ നൽകുന്ന പദ്ധതി കൂടിയാണ് കിസാൻ വികാസ് പത്ര. നിലവിലെ പലിശ നിരക്ക് അനുസരിച്ച് 5 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ കാലാവധി തീരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ കിട്ടും. അതെ, 10 ലക്ഷമായി ഇരട്ടിയായി ലഭിക്കുകയാണ്. 50 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 1 കോടി രൂപ ലഭിക്കും എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ഇനി നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരാനായി ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID കാർഡ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ നൽകിയാൽ മതി. ആധാർ കാർഡ്, യൂട്ടിലിറ്റി ബിൽ, പാസ്പോർട്ട് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവ KYC രേഖകൾക്കായി നൽകുകയും ചെയ്യണം. നിക്ഷേപം 50,000 രൂപ കവിയുന്നെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണെന്നും പദ്ധതിയിൽ പറയുന്നു. നിക്ഷേപം 10 ലക്ഷം കവിയുകയാണെങ്കിൽ നിർബന്ധമായും ശമ്പള സ്ലിപ്പുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ITR രേഖകൾ എന്നിവ പോലുള്ള വരുമാന തെളിവുകളും ഹാജരാക്കണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.